ഹലോ കുടുംബക്കാരെ, അപ്പം നമ്മളിപ്പോൾ എന്താണ് മജ്ജി ഇവിടെ എല്ലാം പേരിങ്ങനെയാണ് കേട്ടോ. എല്ലാം മാമ എല്ലാം തുടങ്ങുന്നത്. ഇതുവഴിയാണ് പോകേണ്ടത്. ചേട്ടൻ ടിക്കറ്റ് എടുക്കണോ. ഇതാണ് കേട്ടോ സംഭവം. പേര് നിങ്ങൾ വായിച്ചെടുത്തോളൂ. എന്ത് സാധനമാണോ അതോ. എന്തായാലും മൗസിരം എന്ന സ്ഥലത്താണ് കേട്ടോ ഇത്. എന്തായാലും നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണ്. ഇതെന്തോ കേവാണ്, ഇന്നലെ പോയതുപോലുള്ള കേവാണ്. ഇങ്ങനെ ഇരിക്കണം. കിഷോർ ഭായ് അവിടെ നിൽക്കണം. 4 തൊട്ട് 5 മണി വരെയൊക്കെ. ദർബാർ ടോങ് ഈസ്റ്റ് ഖാസി ഹിൽസ്. അത് പറയാൻ മറന്നു കേട്ടോ. ഇവിടെ നമ്മൾ മേഘാലയയിൽ ഫുള്ള് ഖാസീസാണ് ഉള്ളത്. എന്താ പറയുക, നമ്മൾ 3 സ്റ്റേറ്റ്സ് കവർ ചെയ്യുന്നുണ്ട്. ആസാമും മേഘാലയയും പിന്നെ അരുണാചൽ പ്രദേശ്. സോ ആസാമിൽ ഫുൾ ആസാമീസ്, മേഘാലയ ഇവിടേക്ക് ഷില്ലോങ് ഇവിടേക്ക് ഖാസിയാണ്. പിന്നെ അരുണാചലിൽ എന്ത് ഭാഷയാണെന്ന് ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു തരാം കേട്ടോ. എനിക്കറിയണോട്ടോ. ഒരു കാര്യം മാത്രം അറിയാം, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മൗസിംഗ് ഗ്രാമല്ലേ, മൗസിംഗ് ഗ്രാമിൽ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. മഴയോ വേറൊന്നും ഇല്ലായിരുന്നു. ഇതിപ്പോൾ മജ്ബൂസൻ കേവ്, എന്ത് തന്നാലും ഒരു കേവാണ്. കേവിൻ്റെ സ്പെഷ്യാലിറ്റി എന്തോന്ന് നമുക്ക് നോക്കാം. താഴേക്ക് വരി. ഇവിടെ എൻട്രി ഫീസ് കൊണ്ട് 50 ഒരാൾക്ക്, പാർക്കിംഗ് 50 കാറിന്. പ്ലസ് തമാശ എന്താണെന്ന് വെച്ചാൽ ഇവിടെ കഴിഞ്ഞ ദിവസം, അതായത് ഇന്ന് ഡേറ്റ് 22 ആണ്, 21-ന് ഏതാണ്ട് 8 or 10 പേര് വന്നിട്ട് ഞാൻ രജിസ്റ്റർ നോക്കി. നമുക്ക് അവിടെ രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കണം. പക്ഷെ അതല്ലാതെ വേറെ ഒന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. ഇവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കേവിൻ്റെ അവിടെ എന്തോ എഴുതിയിട്ട് നമുക്ക് നോക്കാം. കേവിൽ വെട്ടോ വിളിച്ചോണ്ടോ നമുക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് കേട്ടോ. അത് ഞാൻ എഗ്രി ചെയ്യുന്നു. അത് എനിക്കൊരു കമൻസും ഇല്ല. നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഇത് എമ്മാതിരി ഡ്രൈ ആയിട്ടുള്ള പ്ലേസ് ആണെന്ന്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ വളരെ കുറച്ച് പേര് അവിടേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ എൻട്രി ബുക്കിലെ ലെഡ്ജറിൽ വളരെ കുറച്ച് പേരുടെ പേരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ മൗസിംഗ് ഗ്രാമിൽ തന്നെ വൺ ഓഫ് ദ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്ലേസസിൽ ഒന്നാണ് ഇതെന്ന് ഞങ്ങൾ പിന്നീട് അറിയുന്നത്. ഇത് കിഷോർ ഭായിയുടെ സജഷനായിരുന്നു. ഇവിടെ ഒരു കേവ് കൊണ്ടുവരാമെന്ന് ശ്രമിച്ചില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഈ ഗുഹയുടെ ഒത്ത നടുവിലായിട്ട് നിൽക്കുന്ന സ്വയംഭൂവായിട്ടുള്ള ഭൂമിക്ക് അടിയിൽ നിന്ന് വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ശിവലിംഗമാണ്. അത് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, നമ്മളൊരു റാൻഡംലി പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് ഒരു കല്ല് പോലെ നിൽക്കുന്നു. പക്ഷേ അത് ശിവലിംഗമാണ്, സ്വയംഭൂവാണ്. ഇതൊരു റിലീജിയസ് ആയിട്ട് എന്നാണ് പറയുന്നത്. ഇതിൽ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഒരുപാട് ശിവഭക്തന്മാർ, ഒരുപാട് വിശ്വാസികൾ നമ്മൾ ശ്രാവൺ മാസം ഏതാണ്ട് എനിക്കൊന്ന് ജൂലൈ ഓഗസ്റ്റ് ആ ഒരു റേഞ്ചിലാണ് നോർമൽ കേസിൽ ശ്രാവൺ മാസം വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ശ്രാവൺ മാസത്തിൻ്റെ സമയത്ത് ഒരുപാട് പേര് നടന്നും അല്ലാണ്ടും ഒക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തപ്പെടാറുണ്ട്. ആ സമയത്ത് എൻട്രി ഫീ ചാർജ് ചെയ്തില്ല, ഫ്രീ ആയിട്ട് ആൾക്കാർക്ക്, ഈ ഭക്തന്മാർക്ക്, ഡിവോട്ടീസിന് വരാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. സോ ഈ ഒരു കാര്യം കണ്ടെത്തിയതിന് ശേഷം, ഈ സ്വയംഭൂവുള്ള ശിവലിംഗം വന്നതിന് ശേഷമാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഫേമസ് ആയെന്ന് പറയുന്നത്. പക്ഷെ തമാശ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അധികം ആരും ഈ ഡിവോട്ടീസ് അല്ലാണ്ട്, അല്ലെങ്കിൽ ഈ ഹിസ്റ്ററിയോട്, അല്ലെങ്കിൽ ഈ പുരാതന കാലത്തോടൊക്കെ അങ്ങനെ പറയുമല്ലോ നമ്മൾ, ആർക്കിയോളജി അമ്മാതിരിയുള്ള കാര്യങ്ങളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ മാത്രമാണ് വരുന്നതെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഗൂഗിൾ റിവ്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് 200+ റിവ്യൂസ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. കാര്യം എന്താ, ഒന്നുകിൽ അത്രത്തോളം കുറച്ച് പേരേ വരുന്നുള്ളൂ, അതല്ല എങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് ഈ ഗൂഗിൾ റിവ്യൂസിലിടാൻ സമയം കിട്ടത്തില്ല, അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സ്ഥലത്തിൻ്റെയൊക്കെ റിവ്യൂസ് ഗൂഗിളിൽ ഒരിക്കലും ഇടാറില്ല. ഒന്നുകിൽ നെഗറ്റീവ് ആകണം, അല്ലെങ്കിൽ നമുക്ക് അത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്ത് നമുക്ക് സമയം കിട്ടണം, നമുക്ക് ബാൻഡ് വിഡ്ത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ഇടത്തില്ല. പക്ഷെ എന്തായാലും നിങ്ങൾ മൗസിംഗ് ഗ്രാമിൽ വരുന്നെങ്കിൽ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. കുറച്ച് മുന്നേ പറഞ്ഞാൽ മഴ കാണാൻ പറ്റിയില്ല. പിന്നീട് ഞങ്ങൾക്ക് ചിന്തിച്ചപ്പോൾ തോന്നി മഴ കാണാതിരുന്നത് നന്നായി. കാര്യം മഴയുണ്ടെങ്കിൽ ഇവിടേക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റത്തില്ലായിരുന്നു ഗൈസ്. അപ്പോൾ മൗജിബൂൻ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ മൗജിബൂൻ കേവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ഒരു കാര്യം കൂടി പറയുക. എന്താ പറയുക, ഇതൊരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് അധികാരം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത് ആസ് പെർ റെക്കോർഡ്സ് അനുസരിച്ച് മൗസിംഗ് ഗ്രാം വന്നിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ
കഴിഞ്ഞ തവണയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു അവർ പക്ഷേ നമ്മൾ വന്ന സമയത്ത് മഴയൊന്നുമില്ല. പക്ഷെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് നിങ്ങൾ വരുമ്പോൾ കുറച്ചൊരു നല്ല കാഴ്ച. പക്ഷെ ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലേസ് ഒന്നും ഞങ്ങൾ പറയുന്നില്ല. ബട്ട് ഒരു കേവ്, ആ ഒരു യുണീക്നെസ്, ആ സ്ട്രക്ചറൊക്കെ നിങ്ങൾ കാണുന്നില്ലയോ? അതൊരു അത്ഭുതം. കാരണം നിങ്ങൾ ഗൈഡ് ഉണ്ടെങ്കിൽ ഗൈഡിനോട് തോന്നുന്നാൽ നമുക്കത് ബോധത്തിലാണ്. കാരണം ഈ കേവ്സൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വീടുകളൊക്കെ നമ്മൾ കെട്ടിപ്പടുത്തതാണ്, പക്ഷേ ഇതൊന്നും കെട്ടിപ്പടുത്ത. അത് മാത്രമല്ല, ഈ കേവ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ നമ്മുടെ ലോക്കൽസ് ഗൈഡിനെയും കൊണ്ട് മാത്രമേ വരാവൂ. ഞങ്ങൾ ചെയ്യാത്ത കാര്യം അതാണ്. കാരണം അവിടെ മേളിൽ ഗൈഡിനെ കാണാൻ പോലും ഇല്ല. പക്ഷേ ഈ ദിവസം മറ്റൊരു സ്ഥലത്ത് എവിടെയെങ്കിലും പോയിരുന്നെങ്കിൽ, പക്ഷെ അതൊരു ഓവർ ടൂറിസം. എനിക്ക് തോന്നുന്നു ഈ ഒക്ടോബർ മാസം എന്ന് പറയുന്നത്, ഒക്ടോബർ നവംബർ എന്നൊക്കെ പറയുന്നത് തന്നെ ഈ ടൂറിസത്തിന് നല്ലതാണെങ്കിൽ പോലും നമ്മളെപ്പോലെ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒരു വൈൽഡ്നെസ്, ഒരു അഗ്രസീവ്നെസ് മേഘാലയയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ആ സമയത്ത് പ്രശ്നം അതിപ്പോൾ എന്താ പറയുക, നമ്മൾ 7 സിസ്റ്റർ വാട്ടർഫോൾ പോയായിരുന്നു. അവിടെ വെള്ളമൊന്നും സാധനമില്ല. അപ്പോൾ നമ്മൾ അത് വന്നിട്ട് കണ്ടിട്ട് എന്ത് കാര്യമുണ്ട്? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബട്ട് ഈ ഒരു സ്ട്രെച്ച് വന്നാൽ നിങ്ങൾക്ക് കാണാവുന്ന സ്ഥലമാണ്, ഈ നേച്ചറിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ.